പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആ പരിശുദ്ധ നാമത്തിൽ ഈ ധ്യാനം ശ്രവിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ആശംസിക്കുന്നു. നിങ്ങളെല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്നു നാം ധ്യാനിക്കുവാൻ പോകുന്നത് വളരെ ശക്തമായ ഒരു തിരുവചനമാണ്. സങ്കീർത്തന പുസ്തകം 121 അധ്യായം 1-2 തിരുവചനമാണ്. എനിക്കു സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്ന് വരുന്നു. ആമേൻ, ഹല്ലേലൂയ. ഈ ഒരു വചനത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരം ലഭിക്കാത്ത എല്ലാ ചോദ്യങ്ങളുടെയും വ്യക്തമായ ഉത്തരമുണ്ട്. പ്രിയ ദൈവമക്കളെ, മനുഷ്യന്റെ ചോദ്യങ്ങൾ പല വിധങ്ങളിലായിട്ടാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഈ ചോദ്യം ചോദിക്കാത്ത ആൾക്കാരുണ്ടോ? എനിക്കു സഹായം എവിടെ നിന്ന് വരും? രോഗത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ നമ്മെ വല്ലാതെ പിടിച്ചു മുറുക്കുമ്പോൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ നമ്മെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുമ്പോൾ, ചില ആത്മബന്ധങ്ങൾ തകരുവാൻ തുടങ്ങുമ്പോൾ, ജീവിതത്തിൽ ഒറ്റപ്പെടലിൻ്റെ ഒരു അനുഭവം ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ, നമ്മുടെ ഹൃദയം ഈ ചോദ്യം പലപ്പോഴും വിളിച്ചു പറയുന്നു. പ്രിയ ദൈവമക്കളെ, ഇത് ദൗർബല്യത്തിൻ്റെ ഒരു അടയാളമല്ല. ഇത് ദൈവത്തെ അന്വേഷിക്കുന്ന ആത്മാവിൻ്റെ ഒരു നിലവിളിയാണ്. പ്രിയ ദൈവമക്കളെ, പർവ്വതത്തിലേക്കുള്ള നോട്ടം, സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കണ്ണുകൾ പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു എന്നാണ്. പർവ്വതങ്ങൾ എന്തിൻ്റെ പ്രതീകമാണ് എന്നറിയാമോ? അത് ശക്തിയുടെ, സ്ഥിരതയുടെ, മഹത്വത്തിൻ്റെ അടയാളങ്ങളായിട്ടാണ് പർവ്വതത്തെ പലപ്പോഴും നാം വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുന്നത്. എന്നാൽ പർവ്വതങ്ങൾ പോലും നമ്മുടെ സഹായമല്ല. മനുഷ്യന്റെ സഹായം പരിമിതങ്ങളാണ്. പക്ഷേ ദൈവത്തിൻ്റെ സഹായം, പ്രിയ ദൈവമക്കളെ, അത് അനന്തമാണ്. അത് അനന്തമായ ഒന്നാണ്. യഥാർത്ഥ സഹായം എന്നത്, എനിക്ക് സഹായം യഹോവയിങ്കൽ നിന്ന് വരുന്നു. പ്രിയ ദൈവമക്കളെ, എനിക്കു സഹായം യഹോവയിങ്കൽ നിന്ന് വരുന്നു. ഈ യഹോവയാരാണ്? ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവൻ, നിന്റെ ജീവിതം അറിയുന്നവൻ, നിന്റെ കണ്ണുനീർ കാണുന്നവൻ, നിന്റെ കണ്ണുനീർ ഒരു തുരുത്തിയിലാക്കി അതിൻ്റെ മറുപടി എന്നോണം അനുഗ്രഹങ്ങളുടെ പേമാരി ചൊരിയുവാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നവൻ, അവനാണ് യഹോവയാം ദൈവം. പ്രിയ ദൈവമക്കളെ, നീ പറയാതെ പോലും നിന്റെ ഹൃദയം വായിക്കുന്നവനാണവൻ. അവൻ നിന്നെ സഹായിക്കുവാൻ തുനിയുമ്പോൾ ആർക്കും അത് തടുക്കുവാൻ കഴിയുകയില്ല. പ്രിയ ദൈവമക്കളെ, ദൈവത്തിൻ്റെ സംരക്ഷണം എന്ന് പറയുന്നത്, നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. നിന്റെ കാവൽക്കാരനായ ദൈവം ഉറങ്ങുന്നില്ല. അവൻ ഉറക്കം തൂങ്ങുന്നുമില്ല. അവൻ വിശ്രമിക്കുന്നില്ല. അവൻ നിന്നെ കാത്തു പരിപാലിക്കുകയാണ്. പ്രിയ ദൈവ പൈതലേ, നിന്റെ രാത്രികളും നിന്റെ ഇരുട്ടുകളും ദൈവത്തിൻ്റെ കാവലിലാണ് എന്ന സത്യം നീ ഇന്ന് മനസ്സിലാക്കുക. പ്രിയ ദൈവ പൈതലേ, ഇവിടെ ഒരു വിശ്വാസത്തിൻ്റെ വിളിയുണ്ട്. ഇന്ന് ദൈവം നിന്നോട് ചോദിക്കുന്നു, നീ ആരിൽ വിശ്വസിക്കുന്നു? നീ മനുഷ്യരിലാണോ വിശ്വസിക്കുന്നത്? നീ മനുഷ്യനിലാണോ ആശ്രയം വയ്ക്കുന്നത്? അതോ നിന്റെ സമ്പത്തിലാണോ നീ ആശ്രയം വയ്ക്കുന്നത്? നിന്റെ ശക്തിയിലാണോ നീ ആശ്രയം വയ്ക്കുന്നത്? അതോ നീ ദൈവത്തിൽ തന്നെയാണോ ആശ്രയം വെച്ച് വിശ്വസിച്ച് അവനിൽ തന്നെ മുറുകെ പിടിച്ചിരിക്കുന്ന ഒരു വിശ്വാസിയാണ്? പ്രിയ ദൈവമക്കളെ, ഒരു നിമിഷം നമ്മുടെ തലകൾ ദൈവം മുൻപാകെ വണങ്ങി നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം.
കാരുണ്യവാനായ കർത്താവേ, ഇന്നു ഞങ്ങൾ നിന്റെ തിരുസന്നിധിയിൽ വരുന്നു. ഞങ്ങളുടെ ഭയങ്ങൾ, ഞങ്ങളുടെ ആശങ്കകൾ, ഞങ്ങളുടെ കണ്ണുനീർ എല്ലാം നിന്റെ തിരുപാദത്തിൽ ഞങ്ങൾ വെക്കുന്നു. അപ്പ തമ്പുരാനെ, ഞങ്ങൾക്കിന്ന് ബോധ്യമാക്കി തരണമേ, എൻ്റെ സഹായം നിന്നിൽ നിന്ന് മാത്രം വരുന്നു എന്ന ആ വലിയ സത്യത്തെ. തമ്പുരാനെ, ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ. തമ്പുരാനെ, ഞങ്ങളെ നയിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണം. സർവ്വതും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ. നിന്റെ സഹായം മനുഷ്യനിലല്ല, നിന്റെ സഹായം ദൈവത്തിലാണ്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി.